പഠനത്തിന് ശേഷം രാഷ്ട്രത്തിലേക്ക് വരുന്നതിന് മുമ്പ് താങ്കളൊരു ബാങ്കർ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ബാങ്കിങ് മേഖലയിൽ ഒരു പ്രൊഫഷനായിട്ട് കണ്ട് ജോലി ചെയ്യായിരുന്നു. ഞാൻ അങ്ങനെയല്ല, MBA കഴിഞ്ഞു. MBA കഴിഞ്ഞപ്പോൾ ഞാനിപ്പോഴും ഞങ്ങളുടെ ഈ MBAക്ക് പഠിക്കുന്ന പിള്ളേരൊക്കെ പലരും ബിസിനസ്മാനായിരുന്നു, അവരുടെ മക്കളാണ്. ചിലർ ഭയങ്കര പഠിക്കാൻ വേണ്ടി മിടുക്കരാണ്. അപ്പോൾ MBA എന്ന് പറയുമ്പോൾ മാസ്റ്റർ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ബിസിനസ് എന്നുള്ളതല്ല മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഡിറ്റർമിൻഡ് ആയിരുന്നു. കാരണം ഒരു ജോലിയിൽ മിനിമം ഒരു 2 വർഷമെങ്കിലും ജോലി ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടി. ആ ഗ്യാപ്പിൽ ജോലി ആദ്യമേ MBA പാസ്സായ ഉടനെ നമുക്ക് പ്ലേസ്മെൻ്റ് ഒന്നും കിട്ടിയില്ല. ഉടനെ തന്നെ ഞാൻ ലോ കോളേജിൽ ട്രിവാൻഡ്രത്ത് ഞാൻ 1 വർഷം ലോ പഠിക്കാൻ പോയി. അതൊരു ചുമ്മാ കാഷ്വലായിട്ട് വെറുതെ ഇരിക്കണ്ടല്ലോ എന്നോർത്ത് ലോ പഠിച്ച് ആദ്യത്തെ അക്കാഡമിക് ഇയർ എന്ന് പറയുന്നത് പെട്ടെന്ന് തീരും. കാരണം പകുതി വെച്ചേ തുടങ്ങുന്നുള്ളൂ. അത് തീരാറായപ്പോൾ എനിക്ക് ജോലി കിട്ടി. പക്ഷേ ജോലി കിട്ടിയത് ബാങ്കിലല്ല, പക്ഷേ ജോലി കിട്ടിയത് BPL എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് നമുക്ക് ജോലി കിട്ടിയത്. ആ BPL എന്ന് പറയുന്ന കൺസ്യൂമർ ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റ്സ് ആയിരുന്നു. പക്ഷേ അത് ബാംഗ്ലൂരായിരുന്നു. ഞാൻ ആദ്യമേ ചെയ്യുന്നു ചെറിയ അവിടുത്തെ ഒരു ട്രെയിനി ആയിട്ട് കയറി. വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആദ്യമേ തന്നെ വീടുകളിൽ കൂടെ പോവുക, പ്രൊഫഷണൽ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് ഓരോ സ്ഥലത്തോട് EPBX ഇലക്ട്രോണിക് ടെലിഫോൺ എക്സ്ചേഞ്ച് അത് വിൽക്കാനായിട്ട് എൻ്റെ തന്നു. അത് വിൽക്കാൻ എൻ്റെ തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്നത്തെ കാലത്ത് 10-35 വർഷക്കാലം മുമ്പ് ഒരു പ്രോഡക്റ്റ് എന്ന് EPBX ഒരെണ്ണത്തിന് 3 ലക്ഷം 5 ലക്ഷം ഒക്കെ രൂപയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു 25-30-40 ലക്ഷം രൂപ വരും. അപ്പോൾ അത് വിൽക്കണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഡയറക്റ്റ് സെയിലാണ്. ഡയറക്റ്റ് സെയിൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിലേക്ക് ചെന്നാൽ അത് MD അല്ലെങ്കിൽ ചെയർമാനാണ് ഡിസിഷൻ എടുക്കുന്നത്. സോ എവിടെയെങ്കിലും കയറി ചെന്നാൽ ചെയർമാൻ MDയെ കാണണം. അതെങ്ങനെയാണ് കാണുന്നത്, അതെങ്ങനെയാണ് അപ്പോയിൻമെൻ്റ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഒത്തിരി എന്നെ അതൊക്കെ ഒത്തിരി പഠിപ്പിച്ചു. അതിന് ശേഷമാണ് ഞാൻ അവിടെ ഒരു 2-3 വർഷം വർക്ക് ചെയ്തു. പിന്നെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം വേണമല്ലോ എന്ന് BPL കൺസ്യൂമർ പ്രോഡക്ട്സ്, TV, VCR, ഫോട്ടോ കോപ്പിംഗ് മെഷീന്, ECG മെഷീന്, ഇങ്ങനെ എല്ലാം ഉണ്ട്. പവർ ലൈൻ കാരിയർ, ഇതെല്ലാം പല പ്രോഡക്ട്സ് അന്ന്. ഏത് വർഷമായിരുന്നു അത്? അത് ബൈ ദ വേ ദാറ്റ് ഈസ് അബൌട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു 90s-ലായിരുന്നു. 91, 92 ആ കാലഘട്ടത്തിലായിരുന്നു. അതന്നെ. അപ്പോൾ അത് സോമനി ഈ പറഞ്ഞ പോലെ 35 വർഷത്തിന് മുമ്പാണ്. അതിന് ശേഷം ഞാൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ടൊരു സാധനം വേണമല്ലോ. ഇതിങ്ങനെ ഇച്ചിരി പിള്ളേർ കളിയല്ല, ഗൗരവമുള്ളതാണ്, ടാർഗറ്റ് ഉണ്ട്, ഇതുണ്ട്. പക്ഷേ ആ സമയത്ത് ഒത്തിരി ട്രാവലിംഗ് ഉണ്ട്, ഇതുണ്ട്, നമ്മൾക്ക് ടാർഗറ്റ് ഉണ്ട് വിൽക്കുന്നതിൽ. പിന്നെ ഉള്ളത് ഞാൻ വെൻ്റ് ദ GIC ഹൗസിംഗ് ഫിനാൻസ്, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ഹൗസിംഗ് ഫിനാൻസാണ് കുറച്ചാൾ ബോംബെയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ബ്രാഞ്ച് നമ്മൾ എറണാകുളത്ത് തുടങ്ങി, തിരുവനന്തപുരത്ത് തുടങ്ങി. അവിടെയും ഹൗസിംഗ് ഫിനാൻസാണ് ആക്ച്വലി. അപ്പം പലരും നമ്മൾ ഹൗസിംഗ് ഫിനാൻസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ക്ലയൻറ്റിനെ അസസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് അടയ്ക്കോ ഇല്ലയോ എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ലോൺ കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുന്നവരെ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്തു, പക്ഷെ അത് കഴിഞ്ഞ് തിരിച്ചു മേടിക്കുന്നത് ഏറ്റവും പ്രധാനം. പക്ഷെ ഞാൻ എൻ്റെ ഏതാണ്ട് ഒരു 6-7 വർഷക്കാലം ഏറ്റവും ബെസ്റ്റ് ബ്രാഞ്ചായി, ഏറ്റവും ബെസ്റ്റ് സ്റ്റേറ്റായി, ഈ NBA എന്നൊക്കെ പറയുന്ന ബാഡ് ഡെറ്റ്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1% ആയിരുന്നു. അപ്പോൾ ആ രീതി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം കുറച്ചും കൂടെ ഗൗരവകരമായിട്ടുള്ളൊരു സംഭവം വേണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും പൊളിറ്റിക്സിലേക്ക് വന്നതല്ലേ? അങ്ങനെയല്ല, അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. കുറച്ച് നാൾ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ അച്ഛൻ നിർബന്ധിച്ചിട്ടുണ്ടോ പൊളിറ്റിക്സ്? ഒരിക്കലും നിർബന്ധിച്ചു. എനിക്ക് തോന്നുന്നു കുറച്ച് എന്നെ ഒന്ന് പേടിപ്പിച്ചു. ഒരു തരത്തിൽ പറഞ്ഞാൽ എന്നെ പേടിപ്പിച്ചു. ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ വണ്ടിയൊക്കെ കയറി പോകും പുറകിൽ. പണ്ട് കാലത്തും ഞാൻ പറഞ്ഞില്ല ആദ്യ കാലഘട്ടത്തിൽ എപ്പോഴും റഫായിട്ട് പോവുകയാണല്ലോ. സാധാരണ റോഡ് മോശമാണ്, ഇടുക്കിക്ക് പോകും, ഞാൻ ഈ വണ്ടിയുടെ ജീപ്പിൻ്റെ പുറകെ കയറി കിടന്നുറങ്ങും, ഇങ്ങനെ പോകും, പിന്നെ കാറിൽ പോവും, ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ കുറച്ച് അന്നത്തെ പബ്ലിക് മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില കഴിയുമ്പം അന്ന് 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പബ്ലിക് മീറ്റിംഗ് വലിയ ബോറായിരിക്കും. കാരണം അച്ചാച്ചൻ പ്രസംഗിക്കാൻ തുടങ്ങി മിനിമം ഒരു 1.25 മണിക്കൂർ പ്രസംഗിക്കും. അപ്പം പിന്നെ നമ്മൾ ഓർക്കും ഇത് കുറേ സമയം എടുക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതിൻ്റെ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ ഈ ജോലിക്ക് കയറിയതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് കൂടുതലും ഒരു കോൾ എന്നതിലേക്ക് വന്നത്. പലരും ഈ പറഞ്ഞ ഞങ്ങളുടെ കൂടെയുള്ള പാർട്ടിക്കാർ ഒത്തിരി പേര് അവരൊക്കെ ഇങ്ങനെ ചിന്തിച്ചാൽ ആർ യു സീരിയസ് ഈ ജോലിയായിരുന്നു. ഞാൻ പറഞ്ഞാൽ അങ്ങനെ സീരിയസ് ഒന്നുമല്ല, പക്ഷേ എനിക്കൊരു എക്സ്പീരിയൻസ് വേണം. ആ പ്രാക്ടിക്കൽ ലൈഫിൽ മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇത് വളരെ പ്രയോജനകരമാണ്. അതുകൊണ്ട് തന്നെ ഞാനത് ലേൺ ചെയ്തു.
അത് കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പം നമ്മൾ പൊതുപ്രവർത്തന രംഗത്ത് നമ്മൾ അച്ചാച്ചൻ ചെയ്തത് ആ കാര്യങ്ങൾ നോക്കുമ്പോൾ വളരെയും ഒത്തിരി ആൾക്ക് എത്രയോ ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതൊരു സ്ഥാനമോ അങ്ങനെയൊന്നും വേണമെന്നൊന്നുമില്ല ഒരു പൊതുപ്രവർത്തന രംഗത്ത്. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ബ്ലഡിലുണ്ട്. പലപ്പോഴും ഞാനിത് കാണുന്നുണ്ട്, രാത്രി വരുന്ന പോകുന്ന സഹായിക്കുന്നത്, പല ടൈപ്പുള്ള ആളുകൾ വരുന്നു, എല്ലാം തുറന്ന് നമ്മുടെ ജീവിതം മുഴുവൻ തുറന്നാണ് ഇങ്ങനെയല്ല. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഒരു കോള് പോലെ എനിക്ക് തോന്നിയത്. അപ്പം നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരു എന്താണ് നമ്മുടെ ബ്ലഡിലുണ്ട്, എന്തുകൊണ്ട് ഒരു പൊതുപ്രവർത്തന രംഗത്ത് പോകിക്കൂടാ. അങ്ങനെ ഒത്തിരി ഒത്തിരി ചിന്തിച്ചിട്ടാണ് പതുക്കെ അന്ന് യൂത്തിലേക്ക് കയറി. അത് കഴിഞ്ഞ് യൂത്തിൻ്റെ സെക്രട്ടേറിയറ്റ് അംഗമായി, ജനറൽ സെക്രട്ടറിയായി, സംസ്ഥാന പ്രസിഡൻ്റായി, ജനറൽ സെക്രട്ടറിയായി, വൈസ് ചെയർമാനായി, ഇപ്പോൾ പാർട്ടിയെ ലീഡ് ചെയ്ത് പോകുന്നു.